കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇന്റർലോക്ക് പാകുന്ന ജോലികളും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികളുമാണ് പുരോഗമിക്കുന്നത്. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം. പുനലൂർ TB ജംഗ്ഷനിൽ ഇന്റർലോക്ക് പാവുകയും പ്ലാച്ചേരിയിൽ റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം അപകടമുണ്ടാകുന്ന മേഖല പരിഗണിച്ച് PS സുബാലൻ MLAയുടെ നിർദ്ദേശപ്രകാരം ഇടമൺ, ഉറുകുന്ന്, തെന്മല, MSL, ആനകുത്തിവളവ്, മുരുകൻ, പാഞ്ചാൽ, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങൾ ബ്ലാക്ക് സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുകയായിരുന്നു. ഇതിനായി 1.3 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. ഈ തുകയിലെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അപകട മേഖലകളിൽ നിയന്ത്രണ വേലികൾ സ്ഥാപിച്ചു വരികയാണ്. എന്നാൽ നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ലൈറ്റുകൾ, ബാരിക്കേഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടതുണ്ട്. തെന്മല ജംഗ്ഷനോട് ചേർന്ന് റോഡിന്റെ തകർന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം. 36 ലക്ഷം രൂപയുടെ ജോലികൾക്കാണ് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുള്ളത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരം പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ മഴക്കാലത്ത് ദേശീയപാതയിലെ ഗതാഗതം സുഗമമാവുകയുള്ളൂ. തെന്മല പഴയ തിയേറ്റർ ജംഗ്ഷനിൽ നവീകരണ ജോലികൾ പൂർത്തിയായി. 13 കണ്ണറ പാലത്തിൽ ഉൾപ്പെടെ ഇന്റർലോക്ക് പാകുന്നത് ഉടൻ ആരംഭിക്കും. ദേശീയപാതയിലെ നവീകരണ പുരോഗതി വിലയിരുത്താൻ ഉടൻ തന്നെ യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തീകരിക്കാനും തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ഉൾപ്പെടെയാണ് യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പണി നടത്തുന്നതിന്റെ ഒരു സൈഡ് ഏതാണ്ട് ഇച്ചിരി സിമെന്റ് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ട് ഈ സൈഡും ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴത്തില്ലേ ആൾക്കാർ? ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? ഞാൻ ഇവിടുത്തെ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടിയാണ് സംസാരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോകുന്നത്? അതിന്റെ ഫോട്ടോ എടുത്ത് കാണിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.